Hi friends, let's discuss about textbook questions and answers of My Sister's Shoe by മാജിദ് മജീദ് അല്ലെ. നമ്മൾ പറഞ്ഞു ഒരു 4 സീനേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. ഏതാണ്? ചിൽഡ്രൻസ് ഓഫ് ഹെവൻ എന്ന് പറയുന്ന ഒരു ഫിലിമിലെ ഒരു 4 സീനുകളാണ് നമുക്ക് ഈ ഒരു മൈ സിസ്റ്റർ ഷൂ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലൂടെ ഉണ്ടായിരുന്നത് അല്ലെ. നമുക്ക് നോക്കാം, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലെ. ചാപ്റ്റർ വളരെ ഈസി ആയിരുന്നു, അതിലും ഈസി തന്നെയാണ് കേട്ടോ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നോക്കാം. The scene begins with a close-up shot. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? The scene begins with a close-up shot. What frame would a filmmaker normally use when the characters Cobbler and Ali? അല്ലെ, അലി സ്പീക്ക് അല്ലെ. നിങ്ങൾ ഇതിൽ തുടങ്ങിയപ്പോ നിങ്ങൾ എന്തായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്? കോബ്ലർ ഷൂ സ്റ്റിച്ച് ചെയ്യുന്ന സീനായിരുന്നു അല്ലെ. അപ്പൊ തുടക്കത്തിൽ തന്നെ എന്താ പറയുന്നത്? ഒരു ക്ലോസപ്പ് സീനാണ്. എന്തായിരുന്നു ആ ക്ലോസപ്പിൽ ഉണ്ടായിരുന്നത്? ഷൂ, ഒരു പിങ്ക് ഷൂവും കോബ്ലറുടെ കൈയും മാത്രമായിരുന്നു കണ്ടിരുന്നത് അല്ലെ. സോ അതിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലെ. സോ നോക്കാം, വാട്ട് ദ ഫ്രെയിം വുഡ് എ ഫിലിം മേക്കർ നോർമലി യൂസ് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. അവിടെ ഏത് ഫ്രെയിമാണ് ഫിലിം മേക്കർ യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ദ ഫിലിം മേക്കർ വുഡ് നോർമലി യൂസ് മീഡിയം ഷോട്ട് അല്ലെ. കാരണം കോബ്ലറേയും അലിയുടെയും കൂടെ സ്പീച്ച് രണ്ടും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് ഒരു മീഡിയം ഷോട്ടിൽ എടുത്താലുള്ളൂ അത് കാണാൻ കഴിയുക, രണ്ടാളും കൂടെ ഉള്ള ഒരു സ്പീക്ക് കാണാൻ കഴിയുക. സോ 2 കാര്യമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഏതായിരുന്നു? ക്ലോസപ്പ് ആയിരുന്നു അല്ലെ. ക്ലോസപ്പ് എന്തിനാണ് എടുത്തിരുന്നത്? കോബ്ലറുടെ കൈയും അതേപോലെ ഷൂവും, ഇത് രണ്ടും മാത്രം കാണിച്ചപ്പോഴാണ് ക്ലോസപ്പ് എടുത്തത്. പിന്നെ അലിയെയും കോബ്ലറുടെയും ഒന്നിച്ചുള്ള സംസാരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഏത് ഷോട്ടാണ് എടുത്തത്, അല്ലെങ്കിൽ ഏത് രീതിയാണ് അവിടെ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയേണ്ടത്? മീഡിയം ഷോട്ട് എന്ന് പറയുന്നത്. അപ്പൊ മീഡിയം ഷോട്ട് വേണം കേട്ടോ. അപ്പോഴുള്ള 2 ആളുടെ കിട്ടുക. ദെൻ second question, apart from the cobbler's shop, what other details do you get about the space in which the action, the scene 1 take place? അല്ലെ, നമ്മുടെ കോബ്ലറുടെ ഷോപ്പ് മാത്രമല്ല, അല്ലാതെ നിങ്ങൾക്ക് അതിൽ ഒരു ചെറിയൊരു സീനും കൂടെ കിട്ടിയിട്ടുണ്ട് അല്ലെ. കോബ്ലറുടെ ചെരുപ്പിന്റെ ആ ഒരു കട മാത്രമല്ലായിരുന്നല്ലോ അല്ലെ, വേറെ ഏത് സ്പേസും കൂടെ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിച്ചു എന്നാണ് ചോദിക്കുന്നത്. ബിസി സ്ട്രീറ്റ് കാണാൻ സാധിച്ചില്ലേ? ബിസി സ്ട്രീറ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഒന്ന് സ്ട്രീറ്റിലോട്ട് പോയിട്ട് സ്ട്രീറ്റിൽ നിന്നാണ് പിന്നെ അദ്ദേഹത്തിന്റെ കർട്ടനും ആ കടയിലെ കർട്ടനും ഒരാൾ കയറി പോകുന്നതും ഇറങ്ങി പോകുന്നതും ഒക്കെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് അതിലൊരു ബിസി സ്ട്രീറ്റും കൂടെ ആ ഒരു ഫ്രെയിമിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ദെൻ third question, how many characters are introduced in scene 1? Who are they? അല്ലെ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു scene 1, scene 2, scene 3, scene 4 ഓരോന്നും എവിടെ വെച്ചിട്ടാണ്, അതിന്റെ സെറ്റിങ്സ് എന്താണ്, അതിൽ വരുന്ന ക്യാരക്ടർ എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, ഇത് പഠിച്ചിരിക്കണം. scene 1 കോബ്ലറുടെ ഷോപ്പ് ഉണ്ടായിരുന്നു അല്ലെ, അപ്പൊ അവിടെ ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പഠിക്കണം. then scene 2 ബേക്കറി, ഇങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. പിന്നീട് വെജിറ്റബിൾ ഷോപ്പിന്റെ സീനുകൾ വന്നിട്ടുണ്ട്. ലാസ്റ്റ് അവരുടെ വീടായിരുന്നു അല്ലെ, അവരുടെ ഹോം ആയിരുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഐഡിയ വേണം. ആ സമയത്തൊക്കെ വന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ വേണം. ജസ്റ്റ് മലയാളത്തിൽ ഇങ്ങനെ ഒന്ന് എവിടെയെങ്കിലും നമുക്ക് ഒന്ന് കുറിച്ചിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് scene 1 ആളുകളാണ്. 3 characters are introduced in scene 1. They are Cobbler അല്ലെ. കോബ്ലർ ഉണ്ടായിരുന്നു, അലി ഉണ്ടായിരുന്നു, the man with a parcel അല്ലെ. ഒരാള് പാർസലായിട്ട് അകത്തോട്ട് കയറിയപ്പോഴാണ് അലി പുറത്തോട്ട് ഇറങ്ങിപ്പോയത്. അപ്പൊ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ 3 ആളുകളെ നിങ്ങൾ scene 1 കണ്ടിട്ടുണ്ടായിരുന്നു. നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In scene 1 and 2, close-up shots of the hands of the cobbler or Ali are shown. അല്ലെ, 1ലും 2ലും നിങ്ങൾക്ക് കോബ്ലറിന്റെയും അലിയുടെയും ഒക്കെ ഹാൻഡ്സിന്റെ ഒക്കെ ക്ലോസപ്പ് കാണാൻ പറ്റി. ഡു ദേ സെർവ് എനി പർപ്പസ്? എക്സ്പ്ലെയിൻ. അങ്ങനെ ക്ലോസപ്പ് ആയിട്ട് അവരുടെ ഫേസും കയ്യും ഒക്കെ അങ്ങനെ കാണിക്കാൻ പ്രത്യേകിച്ച് പർപ്പസ് എന്തെങ്കിലും കാര്യമുണ്ടോ അതില്? അത് എന്തുകൊണ്ടാ എന്ന് പറയുമോ എന്നാണ് ചോദ്യം. The dedication of the man's work and the anxiety of the Ali are related. അല്ലെ, എന്താണ് ആ വ്യക്തിയുടെ ഡെഡിക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടില്ലേ, അദ്ദേഹം ചെരുപ്പ് ആ വ്യക്തിക്ക് ആ വർക്കിനോട് അദ്ദേഹത്തിന്റെ ജോലിയോടുള്ള ആത്മാർത്ഥത കാണിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ വേണ്ടിയിട്ടാണ് അത്ര ക്ലോസപ്പിൽ എടുത്തത്. അലിയുടെ ആൻസൈറ്റി കാണിക്കാനും ക്ലോസപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ദെൻ വേർ ഇസ് ദ ലൊക്കേഷൻ ഷിഫ്റ്റഡ് ടു? അല്ലെ, ലൊക്കേഷൻ എവിടെ നിന്നും എവിടേക്കാണ് അതിന്റെ ഇടയിലൂടെ ഒന്ന് പോയി ഷിഫ്റ്റ് ചെയ്തത് അല്ലെ. ഇന്ന സ്ഥലത്ത് നിന്ന് ലൊക്കേഷൻ അടുത്ത സ്ഥലത്തോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. നോക്കാം. ദ ലൊക്കേഷൻ ഇസ് ഷിഫ്റ്റഡ് ടു ദ ഫുട് പാത്ത് ഔട്ട്സൈഡ് ദ ബേക്കറി. അല്ലെ, പുറത്തുള്ള
ബേക്കറിക്ക് അടുത്തുള്ള ഫുട്പാത്തിലോട്ടാണ് പിന്നീട് ലൊക്കേഷൻ പോയത് അല്ലെ, കോബ്ലറുടെ നിന്ന്. ഓക്കെ, 6th question. What could be the cameraman movement in this scene? Why is the camera moved in this manner? അല്ലെ, ഈ നമ്മള് ക്യാമറാമാൻ ഏത് ഒരു ക്യാമറ മൂവ്മെന്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ക്യാമറ മൂവ്മെന്റ് ബ്രൂം ഓർ ക്രെയിൻസ് ഹോട്ട് അല്ലെ, എഫക്റ്റീവ് സ്ക്രീനിങ് ഓഫ് ദ പ്ലേ കിട്ടാൻ വേണ്ടിയിട്ട് ക്രെയിൻ, ഞാൻ പറഞ്ഞല്ലോ ക്രെയിൻ ഒരു ഭാരം ഉയർത്തുന്ന വസ്തുക്കൾക്കാണ് ക്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ക്രെയിൻ സീനുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം അത് എഫക്റ്റീവ് സ്ക്രീനിങ് ഓഫ് ദ പ്ലേ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അത് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, then what are the events taking place in scene 3? അല്ലെ, ഇനി scene 3 സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ, സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം. ആൻസർ, അലി ഗോസ് ടു വെജിറ്റബിൾ ഷോപ്പ് അല്ലെ, അലി വെജിറ്റബിൾ ഷോപ്പിൽ പോയി. പിന്നെ എന്ത് സംഭവിച്ചു അവിടെ? ഈ കളക്ട് പൊട്ടറ്റോ കളക്ട് ചെയ്തു. നിങ്ങൾക്ക് ഇത് വേറെയും പറയാം കേട്ടോ. അലി വലിയ പൊട്ടറ്റോ എടുത്തു, അപ്പോ ബാഗ് കൊടുത്തു. അലി വലിയ പൊട്ടറ്റോ എടുത്തു, അപ്പൊ അതിന് പകരം ചെറുതെടുക്കാൻ പറഞ്ഞു. പിന്നെ അലി ചെറിയ പൊട്ടറ്റോ കളക്ട് ചെയ്തു അല്ലെ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതിന്റെ ഇടയിൽ പാർസൽ അവിടെ വെച്ചു. ആ കടയിലോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് പാർസൽ അവിടെ വെച്ചു. രണ്ട് പാർസൽ, ഒരു പാർസൽ മുകളിലായിട്ട്, ഒരു പാർസൽ ഷൂ രണ്ടിന്റെയും ഇടയിലായിട്ട് വെച്ചു. അതുപോലെ പിന്നെ എന്തൊക്കെ പറയാം, യെസ്, അതിന്റെ ഇടയിൽ ഒരാൾ അങ്ങോട്ട് കയറി വന്നു അല്ലെ. അലി പൊട്ടറ്റോ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരാൾ കയറി വന്നു. പിന്നെ അലി പൈസ കൊടുക്കാതെ അത് ടാബിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അല്ലെ, പൈസ ബില്ല് ചെയ്താൻ വേണ്ടിയിട്ട് പറഞ്ഞു, എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഒരാൾ കയറി വന്നു, അലിയുടെ ഇത് എടുത്തിട്ട് പോയി അല്ലെ. ജങ്ക് കളക്ടർ വന്നു, അലിയുടെ ഷൂ എടുത്ത് പോയി. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. നോക്കാം. ദെൻ എ ജങ്ക് കളക്ടർ കളക്ട് വേസ്റ്റ്, ജങ്ക് കളക്ടർ വന്ന് വേസ്റ്റ് കളക്ട് ചെയ്തു. അലി ലോസസ് സിസ്റ്റേഴ്സ് പെയർ ഓഫ് ഷൂ, അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം അല്ലെ. അത് ഏത് സീനിലാന്നുള്ളത് ഓർത്ത് വെച്ചോണം. അത് സീൻ 3 വരുന്നത് കേട്ടോ. അലിക്ക് സിസ്റ്ററിന്റെ ഷൂ മിസ്സാവുന്നത്. ദെൻ he searches for the shoes and vegetables scattered all over the ground അല്ലെ. ഷൂ തെരഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? പച്ചക്കറി ആകെ അങ്ങോട്ട് ചിതറി, ആ ഗ്രൗണ്ട് ആകെ ചിതറി. അക്ബർ സീസ് വെജിറ്റബിൾ സ്ക്രാച്ച് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ഗെറ്റ്സ് ആംഗ്രി വിത്ത് അല്ലെ. അക്ബർ അത് കണ്ടപ്പോ ഗ്രൗണ്ട് ആകെ നിരന്ന് കിടക്കുന്ന പച്ചക്കറി കിടക്കുന്നുണ്ടപ്പോ അക്ബർ എന്ത് ചെയ്തു? ദേഷ്യപ്പെട്ട് അവനോട് ചൂടായി അല്ലെ, അവനോട് ദേഷ്യപ്പെട്ടു. Then which of the events is crucial bringing about the twist in the narrative അല്ലെ. ഇത് തന്നെയാണ് ഇതില് ട്വിസ്റ്റ് ആയിട്ടുള്ള സീൻ ഏതായിരുന്നു? The junk collector accidentally takes Ali's sister shoes in by mistake. ഇതാണ് ഈ കഥയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. ബൈ മിസ്റ്റേക്ക് ആയിട്ട് ഷൂ എടുത്ത് കൊണ്ടുപോകുന്നതോട് കൂടിയിട്ടാണ് ഈ കഥയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് സീനായിട്ട് നമുക്ക് കാണുന്നത്. Then what impression do you get about the financial status of Ali's family? Support your answer with evidence from the script അല്ലെ. നിങ്ങൾക്ക് ഈ സീനുകൾ 1, 2, 3 ഒക്കെ 4 ഒക്കെ കേട്ടതിന്റെ നിന്നിട്ട് അലിയുടെ ഫാമിലിയെ കുറിച്ച്, അലിയുടെ ഫാമിലിയുടെ ബഡ്ജറ്റ് അല്ലെ, ഒരു അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഷുവർ അല്ലേ അല്ലെ. വളരെ സാമ്പത്തികമായിട്ട് വളരെ പുവർ ആയിട്ടുള്ള ഫാമിലിയാണ്. അതിന് പല തെളിവുകളും ഉണ്ട്. പൈസ കൊടുക്കുന്നില്ല, അവിടെ ചെയ്യാൻ പറയണം. അതുപോലെ ഷൂ ഒക്കെ പൈസ ഉള്ള ആളുകളാണെങ്കിൽ ഷൂ പോയി തുന്നില്ല, വേറെ പോയി ഷൂ വാങ്ങും അല്ലെ. അപ്പോ അതൊക്കെ അതിന്റെ ഉള്ള ഉദാഹരണം കൂടി ആയിട്ടോ. അതൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഷൂ പോയി തുന്നുന്നത് അല്ലെ, അതൊന്നും ഉദാഹരണമാണ്. അതുപോലെ തന്നെ പൈസ ടാബിലോട്ട് പൈസ ചോദിക്കുമ്പോ, വെജിറ്റബിൾസിന്റെ പൈസ ചോദിക്കുമ്പോ കൊടുക്കാതെ ബില്ലിൽ എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഡിസ്ക് മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു വിഷയം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കാം. Ali's family is financially poor. Akbar mentioned the account limit അല്ലെ. അക്കൗണ്ട് ലിമിറ്റ് പറയുന്നുണ്ട്, പൈസ അങ്ങേയറ്റം ഏറിക്കണെന്ന് പറയുന്നുണ്ട് അല്ലെ. their parents conversation also proves അല്ലെ. പാരന്റ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാണ്, അതിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അവർ ഫിനാൻഷ്യലി പൂവർ ആയിട്ടുള്ള ഫാമിലി ആട്ടോ, സാമ്പത്തികപരമായിട്ട് കുറച്ച് ലോ ഫാമിലി. Then 10th, what interesting strategy does the director makes use of in presenting talks between Ali and his sister അല്ലെ. അലിയും സിസ്റ്ററും സംസാരിക്കുന്നത് ഇങ്ങനെ മുഖത്തോട് നോക്കി സംസാരിക്കണില്ല അല്ലെ. അപ്പൊ അലിയും സിസ്റ്ററും സംസാരിക്കുന്നത് ഏത് സ്ട്രാറ്റജി, ഏത് ടെക്നിക്കാണ് അത് നമ്മളിലോട്ട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്.
വാട്ട് ഡു യു തിങ്ക് ദേ കമ്മ്യൂണിക്കേറ്റ് ഇൻ സച്ച് എ വേ അല്ലെ? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അവർ ആ ഒരു രീതിയിലൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് ചോദ്യം. The director makes use of passing notebook അല്ലെ? നോട്ട്ബുക്ക് പാസ് ചെയ്തിട്ടാണ് ആ സീന് കാണിച്ചിട്ടുള്ളത്. They want to keep the loss of the shoes as a secret. കാരണം എന്താണ്? അത് അവർക്ക് ഉറക്കെ പറയാൻ പറ്റില്ല. അവർക്ക് ഷൂ നഷ്ടപ്പെട്ടത് സീക്രട്ട് ആക്കിയിട്ട് രഹസ്യമായിട്ട് വെക്കണമായിരുന്നു. അതുകൊണ്ടാണ് നോട്ട്ബുക്ക് കൈമാറുന്ന സീന് ടെക്നിക്കിലൂടെ ഇതിനെ കാണിച്ചിട്ടുള്ളത്. Then 11th question, do you think the sound of a hammer is used deliberately in this scene? What effect that is produced? ഇടക്കിടക്ക് നിങ്ങൾക്കൊരു ഹാമർ ചുറ്റിക മേടുന്ന സൗണ്ട് ഇടക്കിടക്ക് നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു എഫക്ട് ഇതിൽ എന്താണ്? അതിന്റെ അതെന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. Yes, the sound of the hammer is deliberately produced in this. ഇടക്കിടക്ക് അതിങ്ങനെ ആ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. It gives a natural effect and gives a feeling that they are in a living busy area അല്ലെ? അതൊരു നാച്ചുറൽ ഫീലിംഗ് തരും അല്ലെ? വളരെ നിശബ്ദമായിട്ടൊരു വീട് ഉണ്ടാവും ഇല്ല, അപ്പുറത്തും ഇപ്പുറത്തും സൗണ്ട് കേൾക്കും. അപ്പൊ നാച്ചുറൽ ഫീലിങ്സ് നമുക്ക് തരും. അത് മാത്രമല്ല അവരൊരു ബിസി ഏരിയയിലാണ് താമസിക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു ഇതൊക്കെ അതിലൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, then 12th question. Apart from showing the characters, does the director make use of any visual image to add on what he intends to communicate? Cite an example, say what effect of this എന്നാണ് പറയുന്നത്. നോക്കാം, ഇതില് നിങ്ങൾക്ക് ക്യാരക്ടേഴ്സ് അല്ലാതെ തന്നെ മറ്റ് പല വിഷ്വൽ ഇമേജുകളും അദ്ദേഹം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ക്യാരക്ടേഴ്സ് മാത്രമാണോ നമ്മളോട് സംസാരിച്ചല്ല, അവരുടെ നോട്ട്ബുക്കും നമ്മളോട് സംസാരിച്ചല്ലോ അതിന്റെ ഇടയിൽ അല്ലെ? സോ വാട്ട് എഫക്ട് പ്രൊഡ്യൂസേഴ്സ്, അതൊക്കെ നമുക്ക് എന്തൊരു എഫക്റ്റ് ആണ് അതിൽ നിന്നുണ്ടായതെന്നാണ് ചോദ്യം. The scene of Alice Zahra passing the notebook and their close-up shots give a visual treat അല്ലെ? അത് വളരെയധികം നമുക്കൊരു വിഷ്വൽ ട്രീറ്റ് ആണ് തന്നത്. അതിന്റെ ക്ലോസപ്പ് സീന്, പിന്നെ അലിയുടെ ഒരു അവർ എഴുതുമ്പോൾ അവരുടെ അലിയുടെ ക്ലോസപ്പ്, സെഹറ എഴുതുമ്പോൾ സെഹറയുടെ ഒരു ക്ലോസപ്പ് സീൻ, പിന്നെ നോട്ട്ബുക്ക് മാത്രമുള്ള ക്ലോസപ്പ്, ഇതൊക്കെ നമുക്കൊരു വിഷ്വൽ ട്രീറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് ദ മെന്റൽ പൊസിഷൻ ഓഫ് ദ ക്യാരക്ടേഴ്സ് ക്യാൻ ബി പോർട്രേഡ് ഹിയർ ക്ലിയർലി അല്ലെ? അതുപോലെ തന്നെ ക്ലോസപ്പ് ആയിട്ട് എടുക്കുമ്പോൾ അവരുടെ മെന്റൽ സ്റ്റേറ്റ്, അവരുടെ മാനസികാവസ്ഥയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിലൂടെ ചിത്രീകരിച്ച് നമുക്ക് ആയിട്ട് കിട്ടും. ലെറ്റ്സ് റിവിസിറ്റ് അല്ലെ? അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു മക്കളെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആക്ടിവിറ്റിയുടെ ലോകത്തോട്ട് കിടക്കാം അല്ലെ? നോക്കാം. ആക്ടിവിറ്റി 1. Write a script for a short video on any one of the following themes, or you may choose a theme other than those lists. You may shoot the using digital camera and laptop and upload it on YouTube അല്ലെ? മക്കളെ സ്ക്രിപ്റ്റ് വായിച്ചില്ലേ? ഇനി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ഇത്രയും പഠിച്ച സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഷോർട്ട് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് കേട്ടോ. അതിന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീം സെലക്ട് ചെയ്യാം. അതിനല്ല, ഇവര് കുറച്ച് സീനുകളും തീമുകളൊക്കെ തന്നിട്ടുണ്ട്. അതും നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്നും എടുക്കാം. എന്നിട്ട് ഡിജിറ്റൽ ക്യാമറയൊക്കെ യൂസ് ചെയ്ത് നല്ല സെറ്റ് ആയിട്ട് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക യൂട്യൂബിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെ? നമ്മൾ പല ഫിലിംസിലും കണ്ടിട്ടുണ്ടാവും. കളക്ടർമാരുടെ ഫിലിംസും മുഖ്യമന്ത്രിമാരുടെ ഫിലിംസിലൊക്കെ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി വല്ലാണ്ട് കാണും അല്ലെ? ദെൻ യൂണിറ്റി ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ഒത്തൊരുമയെ കുറിച്ച്. ഇൻസിഡൻസ് ഓഫ് ബ്രേവറി അല്ലെ? ധൈര്യമായിട്ടുള്ള ഇപ്പൊ പടത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് മഞ്ഞുമ്പോൾ ബോയ്സ് ഇങ്ങനത്തെ ഫിലിംസ് ഒക്കെ ബ്രേവറി നല്ലോണം കാണാൻ സാധിക്കും. ദെൻ ചൈൽഡ് ലേബർ അല്ലെ? കുട്ടികളുടെയൊക്കെ ചൈൽഡ് ലേബർ നിരോധിച്ചിട്ടുണ്ട്, കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് അത്. ദെൻ ഈവിൽസ് ഓഫ് സ്മോക്കിംഗ്, ആൽക്കഹോളിസത്തിനെ കുറിച്ച്. ദെൻ വേസ്റ്റിംഗ് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച്. നീഡ് ഫോർ സോഷ്യൽ ചേഞ്ചസ് അല്ലെ? മാറ്റങ്ങൾ, കാലത്തിന്റെ മാറ്റങ്ങൾ സാമൂഹികമായിട്ടുള്ള. ദെൻ സേഫ് ആയിട്ടുള്ള ഡ്രൈവിംഗ്, പ്രിസർവേഷൻ ഓഫ് നാച്ചർ, പ്രകൃതിയെ സംരക്ഷിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട്. ലേണിംഗ് ഡിസോർഡേഴ്സ് ഇൻ ചിൽഡ്രൻസ് അല്ലെ? ഡിസോർഡർ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും, അവരായിട്ട് ബന്ധപ്പെട്ടുള്ളത്. വാല്യൂസ് അല്ലെ? മൂല്യങ്ങളെ കുറിച്ച്. സേഫ് എർത്ത്, സേഫ് ആയിട്ടുള്ള ഭൂമി സംരക്ഷണം. സേവ് ടൈഗർ, ഗ്ലോബൽ വാർമിംഗ് അല്ലെ? ഇങ്ങനെയുള്ള അല്ല ഇനിയുണ്ട് അല്ലെ? വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു അടിപൊളി സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറാക്കി വീഡിയോ എടുക്കാൻ. The following points may help you അല്ലെ? ഇനി കുറച്ച് പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ അതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അടിപൊളി വീഡിയോ കിട്ടും. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ, വാച്ച് അതർ പീപ്പിൾസ് ഫിലിംസ് അല്ലെ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ഈ പല ആളുകൾ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിലിംസ് ഒക്കെ ഒരുപാട് കാണും. നമ്മുടെ മലയാളം ഫിലിംസ് മാത്രമല്ല, പുറത്തുള്ളതും വെസ്റ്റേൺസും ഇറാനിയും ജപ്പാനും അല്ലെ? അങ്ങനെയുള്ള എല്ലാ ഭാഷകളിലുള്ള ചൈനീസ് മൂവീസ്, എല്ലാ ഭാഷകളിലുള്ള ഫിലിംസ് അവരിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. സോ അതാണ് ഒന്നാമത്തെ മെത്തേഡ്. നോക്കാം എന്താണ് അതിലൂടെ നമുക്ക് കിട്ടുന്നത് നോക്കാം.
യു ക്യാൻ ടീച്ച് യുവർ സെൽഫ് എ ലോട്ട് അബൌട്ട് ഫിലിം മേക്കിംഗ് ബൈ വാച്ചിങ് അല്ലെ. ഫിലിം കാണുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഫിലിം മേക്കുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഷോർട്ട് ഓൺലൈൻ വീഡിയോസ്, അഡ്വർടൈസ്മെന്റ്, ഫീച്ചേഴ്സ്, ഫിലിംസ് എക്സെട്ര അല്ലെ. ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വർടൈസ്മെന്റും ഫീച്ചേഴ്സ്, ഫിലിംസ്, ഓൺലൈൻ വീഡിയോസിലൂടെ ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ലുക്ക് അറ്റ് വാട്ട് യു ലൈക്ക് ആൻഡ് വാട്ട് യു ഡോണ്ട് ലൈക്ക് ആൻഡ് ട്രൈ ആൻഡ് വർക്ക് ഔട്ട് ഹൗ ആൻഡ് വൈ ദ ഫിലിം മേക്കർ മേഡ് ഇറ്റ് ടു ദ അല്ലെ. എന്താണ് ഇഷ്ടപ്പെട്ടത്, ഇഷ്ടപ്പെടാത്തത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം, ട്രൈ ചെയ്യാം, ഹാർഡ് വർക്ക് ചെയ്തിട്ട് വൈ ദ ഫിലിം മേക്കർ മേഡ് ഇറ്റ് ഇൻ ദാറ്റ് വേ അല്ലെ. എന്തുകൊണ്ടാണ് അവർ ആ വഴിയിലൂടെ അത് ചിത്രീകരിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കിയെടുക്കാം. സോ മറ്റുള്ളവരുടെ ഫിലിംസ് കാണുക. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ, ബിൽഡ് യുവർ സ്കിൽസ് അല്ലെ. നമ്മുടെ സ്കിൽസ് അല്ലെ. സ്കിൽസ് പറഞ്ഞപ്പോ നമ്മളൊരു കാര്യം ചെയ്യണേ, അതിന് നമ്മുടെ സ്കിൽസ് എന്ത് ചെയ്യുക, സെറ്റ് ആക്കി എടുക്കുക കേട്ടോ, ബിൽഡ് ചെയ്തിട്ട് എടുക്കുക. ദെൻ learn how to use camera and find out what it can do when you place it in a different angles, use different lenses settings, try shooting different kinds of shoots with your camera, recording good sound and editing them, watch a short scene from a film you like scene if you can copy it exactly. Yeah. ഒന്നുമല്ല പറഞ്ഞിട്ടുള്ളത്, ക്യാമറ എവിടെ വെക്കണം, ഏത് പ്ലേസിൽ വെക്കണം, ഏത് ആംഗിളിൽ വെക്കണം, ഏത് ലെൻസ് യൂസ് ചെയ്യണം, ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആംഗിൾ ഉണ്ട് അല്ലെ, എവിടെ ഷൂട്ട് ചെയ്യണം, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷൂട്ടുകൾ ക്യാമറ വെച്ചിട്ടുള്ള, നല്ല സൗണ്ടിങ്, അതുപോലെ എഡിറ്റിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഉള്ള ബിൽഡ് യുവർ സ്കിൽസ്, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും എന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ ഗെറ്റ് ഓർഗനൈസ്. ഇതെല്ലാം കൂടെ കിട്ടിയിട്ട് കാര്യമില്ല, അവിടെ ഇവിടെയും ചെതറി കിടന്നിട്ട് കാര്യമില്ല, ഇതൊക്കെ ഒന്നുകൂടെ സംഘടിതമായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്യണം. നോക്കാം. Once you have got your idea അല്ലെ, create a script and story board or short list അല്ലെ. നമുക്കൊരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലെച്ച് നടന്നിട്ടോ അവിടെ ഇവിടെ എഴുതി വെച്ചിട്ടൊന്നും കാര്യമില്ല, അത് അപ്പൊ തന്നെ എന്താക്കി മാറ്റണം, അതൊരു സ്ക്രിപ്റ്റ് ആക്കിയിട്ട് മാറ്റുക, അല്ലെങ്കിൽ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ആക്കിയിട്ട് മാറ്റുക. യൂസ് എ ഡിജിറ്റൽ സ്റ്റിൽ ക്യാമറ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു പ്രിപ്പയർ സ്റ്റോറി ബോർഡ് അല്ലെ. സ്റ്റോറി ബോർഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മള് കാലഘട്ടം മാറിയല്ലോ, അപ്പൊ ഡിജിറ്റൽ ക്യാമറയൊക്കെ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. ദെൻ ഫോർത്ത് വൺ, കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ അല്ലെ. എന്ത് ചെയ്യാ, ഷോർട്ട് ആക്കാനും സിമ്പിൾ ആക്കാനും വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കുക. ദെൻ ഹാവ് യു ഗോട്ട് എ സ്ട്രോങ് ഐഡിയ. നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ റൈറ്റ് ദ ഐഡിയ ഡൗൺ ഫോർ യുവർ ഫിലിം ഇൻ 50 to 70 words. 50 to 70 words അത് എഴുതുക. If you can't do that, it's not clear enough. Keep the film short. People are more likely to watch an old video if they know it's only 60 seconds long. അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ടൈം നോക്കിയിട്ട് വീഡിയോ കാണും അല്ലെ. ആളുകൾ അങ്ങനെയാണ്, ആളുകൾക്ക് സമയമില്ല അല്ലെ. അപ്പൊ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഷോർട്ട് ആയിട്ടുള്ള ഫിലിംസും ഷോർട്ട് ആയിട്ടുള്ള സീനുകളും ഒരു 60 സെക്കൻഡ് കൊണ്ടൊക്കെ തീരുന്നതായിട്ടുള്ള കാണാനായിരിക്കും താല്പര്യം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, മാക്സിമം ആ ഒരു രീതിയിലോട്ട് ചുരുക്കുക. ഓക്കെ. ദെൻ ഷൂട്ട് സെപ്പറേറ്റ് ഷോർട്സ് അല്ലെ. ഷോർട്സുകളെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ, ലോങ് ഉണ്ട്, മീഡിയം ഉണ്ട് അല്ലെ, ഷോർട്ട്, ലോങ്, ഡിസ്റ്റൻസ്, ഫുൾ ഷോട്ട്, ഇങ്ങനെ പല രീതിക്ക് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ അതിനെ കുറിച്ചാണ് ഇനി അടുത്തത് പറയുന്നത്. ഓക്കെ. Learn the different short sizes അല്ലെ. ഡിഫറെന്റ് ഷോർട്ട് സൈസിനെ കുറിച്ച് പഠിക്കണം. യൂസ് വെറൈറ്റി ഓഫ് ഷൂട്ട്സ് റാദർ ദാൻ ജസ്റ്റ് പ്ലാനിങ് ആൻഡ് സൂം അല്ലെ. പ്ലാനിങ്ങും സൂമിങ്ങും മാത്രം ആക്കണ്ട, വെറൈറ്റി ഓഫ് ഷോട്ടുകൾ നമ്മൾ എടുക്കുക. യൂസ് പ്ലെന്റി ഓഫ് ക്ലോസ് അപ്പ് ഷോട്ട്സ് ടു ഷോ ദ ഇമ്പോർട്ടന്റ് തിങ്സ് അല്ലെ. ഒരുപാട് ധാരാളം ക്ലോസ് അപ്പ് ഷോട്ട്സുകൾ എടുത്തിട്ട് ഇമ്പോർട്ടന്റ് ആ തിങ്സുകൾ നിങ്ങൾ അതിൽ ഷോ ചെയ്ത് കാണിക്കുക. പ്ലേസ് യുവർ ക്യാമറ ഇൻ ഡിഫറെന്റ് ആംഗിൾസ്, നോട്ട് ജസ്റ്റ് ഫ്രം ദ ഫ്രണ്ട് അല്ലെ. ഫ്രണ്ടിൽ മാത്രം നിന്നിട്ട് ഷൂട്ട് ചെയ്യാൻ എടുക്കരുത്, ബോറായിരിക്കും. നിങ്ങളെ ഫ്രണ്ട്സ് ആയിരിക്കും അഭിനയിക്കുന്നതിന്, അവർ മാത്രം ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നിട്ട് ബോറാണ്. പല ആംഗിളിലും പോയിട്ട് എടുക്കുക, പല രീതിക്കുള്ള ഷോട്ടുകളും പരീക്ഷിക്കുക. ഓക്കെ. ദെൻ ഗെറ്റ് ദ സൗണ്ട് റൈറ്റ് അല്ലെ. ഇനി അടുത്തത് ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് സൗണ്ടിന്റെ കാര്യത്തിൽ അവസ്ഥ മോശമായ കഴിഞ്ഞില്ല, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, സൗണ്ട് ഒന്ന് ഉഷാറാക്കുക കേട്ടോ. എ ഗുഡ് മൂവി വിത്ത് എ ബാഡ് സൗണ്ട് ട്രാക്ക് വിൽ ലോസ് വ്യൂവേഴ്സ് ഫാസ്റ്റ്. എന്താണ്, ചില നല്ല മൂവിക്ക് ബാഡ് സൗണ്ട് ട്രാക്ക് ഉണ്ടായിട്ട് പൊട്ടിപ്പോവാറുണ്ട് അല്ലെ. അതേപോലെ തന്നെയാണ് ബാഡ് മൂവീസ് നല്ല ഗുഡ് ട്രാക്ക് ഉണ്ടായ നേരെ ഓപ്പോസിറ്റും ആയിരിക്കും അല്ലെ. യൂസ് എ മൈക്രോഫോൺ ടു റെക്കോർഡ് ദ സൗണ്ട് റൈറ്റ് അല്ലെ. മൈക്രോഫോൺ യൂസ് ചെയ്യുക സൗണ്ട് റൈറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാനും. ഇഫ് ദ സൗണ്ട് cannot be recorded right, if the fake using the sound effect, edit your film to a recorder voice അല്ലെ. കറക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ പോയിട്ട് ക്ലിയർ ചെയ്യാം. സത്യം പറഞ്ഞാൽ സൗണ്ട് പെർഫെക്റ്റ് ആവണം, വേറെ ലെവലിലായിരിക്കണം എന്നർത്ഥം. ഓക്കെ. ദെൻ എഡിറ്റ് ഇറ്റ് റൈറ്റ് അല്ലെ. എഡിറ്റിംഗ് നിർബന്ധമായിട്ടോ. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മോശമായിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അല്ല, എഡിറ്റിംഗ് ഒരു കഴിവ് തന്നെയാണ് അല്ലെ. നോക്കാം. എഡിറ്റ് ഇറ്റ് റൈറ്റ്.
എഡിറ്റിംഗ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ് അല്ലെ, വേറെ ലെവൽ ജോബ് തന്നെയാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ജസ്റ്റ് ഗെറ്റിംഗ് റീഡ് ഓഫ് ദ ബാഡ് സ്റ്റഫ്. ഇതൊരു ബാഡ് സ്റ്റഫ് മാത്രം എടുത്തു കളയുന്ന ഒരു എഡിറ്റിംഗ് മാത്രം, എന്തോ കേട് വന്നത് എന്തോ ഒഴിവാക്കാനുള്ളത് മാത്രം എടുത്തു കഴിയുന്ന എഡിറ്റിംഗ്, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ഇറ്റ്സ് വെർ യു ഫിലിം വെർ റിയലി കം ടുഗദർ, ഗെറ്റ് ദ പേസ് റൈറ്റ്, മേക്ക് യുവർ ഫിലിം ഇസ് ഡസൻ ഡ്രാഗ് അല്ലെ. അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. വലിച്ചു നീട്ടുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കണം. ദാറ്റ് ഷോ ഡസ് നോട്ട് ഫ്ലാഷ് ഫാസ്റ്റ് ടു ക്വിക്ലി, മേക്ക് യുവർ ഫിലിം മേക്സ് ലെസ് സീൻസ് അല്ലെ. എന്ത് ചെയ്യാ, എന്തൊക്കെ എഡിറ്റ് ചെയ്യേണ്ടി വരാ, നമ്മുടെ ഫിലിംസ് ഒരുപാട് ലാഗ് വരുത്തരുത് അല്ലെ. ഒരുപാട് സ്ലോ ആണെങ്കിൽ അത് കുറച്ചൊക്കെ എഡിറ്റ് ചെയ്തിട്ട് സെറ്റ് ആക്കുക. അതേപോലെ തന്നെയാണ് പെട്ടെന്ന് സീനുകൾ പോകാതിരിക്കും വേണം. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാ, എഡിറ്റ് ചെയ്തിട്ട് സെറ്റ് ആക്കണം. യു ക്യാൻ സീക്ക് ദ ഹെൽപ്പ് ഓഫ് ദ ടെക്നീഷ്യൻ ഇൻ ദിസ് ഫീൽഡ് ഓഫ് നെസസറി അല്ലെ. അവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ നോക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പരിഗണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, നല്ല അടിപൊളിയായിട്ടൊരു വീഡിയോ എടുക്കുക. ഓക്കെ, സാമ്പിൾ സ്ക്രിപ്റ്റ് അല്ലെ. ഇവിടെ ഒരു സാമ്പിൾ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. മോർണിംഗിലാണ് കേട്ടോ. A car turns right from main door and enters into the courtyard of the house. Ravi in his 40s step into the sit out and press the calling bell. ഒരു കാർ ഇങ്ങനെ ടേൺ റൈറ്റ് ഓൺ ദ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ടേൺ ചെയ്ത് വരുന്നുണ്ട്. എന്നിട്ട് ഒരു മുറ്റത്തിന്, ഒരു വീടിന്റെ മുറ്റത്തോട്ട് കയറിയിട്ടുണ്ട്. ഒരു 40 വയസ്സൊക്കെ ഉള്ള ഒരു വ്യക്തി, രവി എന്ന് പറയുന്ന ആളെ ഇറങ്ങി പുറത്തോട്ട് വന്നിട്ട് എന്ത് ചെയ്യാണ്, ബെല്ലടിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ ഒരു സെറ്റിംഗ് പോലെ കാണുന്നത്. എ ലേഡി ഓപ്പൺസ് ദ ഡോർ ആൻഡ് കം ഔട്ട് അല്ലെ. ഒരു ലേഡി വന്ന് ഡോർ തുറന്നു, പുറത്തോട്ട് വന്നു. ലേഡി, രവി, വേർ വെർ യു ഓൾ ദീസ് ഡേയ്സ്, നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം എന്നാണ് ചോദ്യം. രവി, ഐ കെയിം യെസ്റ്റർഡേ ഫ്രം പാലക്കാട് ആഫ്റ്റർ മൈ റെപ്യൂട്ടേഷൻ അല്ലെ. ഞാൻ ഇന്നലെയാണ് പാലക്കാട് എത്തിയത്. എന്റെ റെപ്യൂട്ടേഷന് ശേഷം വലിയ ആളാന്ന് തോന്നുന്നു, അത്യാവശ്യം ബഹുമതികളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിനുശേഷം യെസ്റ്റർഡേ ആണ് വന്നത്. ലേഡി, കമിൻ, ദേ മൂവിങ് ഇൻസൈഡ് ദ ഹൗസ് അല്ലെ. വാ, എന്നാ ഉള്ളിലോട്ട് വാ, കയറി വാ എന്ന് പറഞ്ഞിട്ട് രണ്ടാളും ഉള്ളിലോട്ട് പോകുന്ന ഒരു സീനാണ് ഇവിടെ കാണുന്നത്. ഡോക്ടർ തോമസ് അടുത്ത ക്യാരക്ടർ ആണ് കേട്ടോ. ഇത് 70 വയസ്സുള്ള ആളാണ്. സിറ്റ്സ് ഓൺ എ ബെഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. രവി നിയർ ഹിം ആൻഡ് ഹോൾഡിംഗ് ഹാൻഡ്. രവി അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിന്റെ കൈകൾ ഇങ്ങനെ പിടിച്ചു. ഡോക്ടർ തോമസ്, രവി, 1 month gap is too long for me and you didn't even ring me over the phone അല്ലെ. ഒരു മാസം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു ഗ്യാപ്പ് തന്നെ ആയിപ്പോയി. ഇവൻ ഈ ഒരു കോള് പോലും എന്നെ ചെയ്തില്ല എന്നാണ് പറയുന്നത്. രവി, യെസ് ഐ നോ ബട്ട് ഐ വാസ് ടു ബിസി. യെസ്, ശരിയാണ്, എനിക്കറിയാം, ഞാൻ അത്രമാത്രം ബിസി ആയിരുന്നു. ഡോക്ടർ തോമസ്, ബാക്ക് പെയിൻ വാസ് സെവറേ അല്ലെ. നല്ല പോലെ കഠിനമാണ്. ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ പുറം വേദന കഠിനമാണ്. നൗ ഐ ആം ഓക്കെ. ആയിരുന്നു, കഠിനമായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. രവി, ഐ മേ ടേക്ക് 1 week's ലീവ്. ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഒരു വീക്ക് ലീവ് വേണമെങ്കിൽ എടുക്കാം. ഡോക്ടർ തോമസ്, നോ നീഡ് ഓഫ് ഇറ്റ് മൈ രവി, അതിന്റെ ആവശ്യമില്ല. ഐ നോ യു ആർ വെരി ബിസി, നീ നല്ല ബിസി ആണെന്ന് എനിക്കറിയാം. രവി തിങ്സ് ഫോർ എ വൈൽ. രവി കുറച്ചു നേരം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ശബ്ദം ഒന്ന് താത്തി. കട്ട് ടു ഫ്ലാഷ് ബാക്ക്. എന്നിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്യണം, ആ ഷോട്ട് അവിടെ കട്ട് ചെയ്യാണ്. രവി ഇങ്ങനെ ഇപ്പൊ പറയണം, അതിന്റെ ആവശ്യമില്ല. ബേബി ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ഷോട്ട് കട്ട് ചെയ്തിട്ട് നേരെ ഫ്ലാഷ് ബാക്ക് അല്ലെ. ചില സിനിമയിലുണ്ടാവും ചിന്തിച്ചിട്ട് പണ്ടത്തെ കാര്യം ഓർക്കുക അല്ലെ. അപ്പൊ ഇനി നേരെ ഫ്ലാഷ് ബാക്ക് ആണ്, പണ്ടത്തെ കാര്യത്തിലോട്ട് പോയിട്ടോ. ദ സ്റ്റഡി റൂം ഓഫ് ജോണി. ജോണി എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു സ്റ്റഡി റൂം ആണ് ഇപ്പൊ നേരെ കാണിക്കുന്നത്. ഹി റീഡ്സ് ലൗഡ്ലി, ഉറക്കെ വായിക്കുകയാണ്. എ ബോയ് സ്വീപ്സ് ദ ഫ്ലോർ. ഒരു ബോയ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ ആൺകുട്ടി അവിടെ നിലം തുടക്കുന്നുണ്ട്. ഹി ലിസൺ കെയർഫുള്ളി ടു വാട്ട് ജോണി റീഡ്സ്. ഡോക്ടർ തോമസ് കം ദർ ആൻഡ് ഹി നോട്ടീസ് അല്ലെ. അവൻ എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് ജോണി വായിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ തോമസ് കയറി വരുന്നുണ്ട്. എന്നിട്ട് അത് ശ്രദ്ധിക്കുന്നുണ്ട്. ദെൻ കട്ട് ടു, വീണ്ടും ഒരു കട്ട് കേട്ടോ. ദെൻ അടുത്ത കട്ട് കഴിഞ്ഞ് അടുത്ത സീൻ. ഡോക്ടർ തോമസ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് റിട്ടേൺ ആഫ്റ്റർ ജേർണി അല്ലെ. ഒരു ജേർണി കഴിഞ്ഞിട്ട് ഡോക്ടർ തോമസും ഫാമിലി മെമ്പേഴ്സും തിരിച്ചു വരികയാണ്. As they get out of the car, the boys stand up the sit out. 2 or 3 books of Johnny can be seen beside him. അവരിങ്ങനെ കയറി വരുമ്പോ ആ ബോയ് എന്ത് ചെയ്തിട്ടുണ്ട്, സിറ്റ് ഔട്ടിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ആ ബോയുടെ അടുത്ത് എന്ത് കാണാം നിങ്ങൾക്ക്, അതിന്റെ തൊട്ടടുത്തായിട്ട് ജോണിയുടെ 2 or 3 ബുക്കുകളും കാണാം. കട്ട് ടു, അവിടെ വീണ്ടും കട്ട് ചെയ്തു. ദെൻ ബെഡ്റൂം ഓഫ് ഡോക്ടർ തോമസ് ആൻഡ് ഹിസ് വൈഫ് കോമൻസ്. ഇനി ബെഡ്റൂം സീനാട്ടോ. ഐ മീൻ ബെഡ്റൂമിലാണ് ഇപ്പൊ ക്യാമറ ഉള്ളത്. ഡോക്ടർ തോമസും അവരുടെ വൈഫും തമ്മിൽ ഇങ്ങനെ പരസ്പരം സംസാരിക്കുന്നതാണ് കാണുന്നത്. ഡോക്ടർ തോമസ്, ഐ
feel pity for Ravi. He seems very interested to pursue study. After all, his age is same to that of our Johnny. അല്ലേ? എനിക്ക് വളരെ സഹതാപം തോന്നുന്നുണ്ട് രവിയുടെ കാര്യം ആലോചിച്ചിട്ട്. അത് മാത്രമല്ല, അവന് പഠിക്കാനുള്ള ഭയങ്കര ത്വരയുള്ള ഒരാളാണ് അല്ലെ, പഠിക്കാനൊക്കെ വളരെ താല്പര്യമുള്ള ഒരു കുട്ടിയാണ്. അത് ആഫ്റ്റർ ഓൾ ഹിസ് ഏജ് ഈസ് സെയിം ടു ദാറ്റ് ഓഫ് അതെല്ലാം പുറമെ നമ്മുടെ ജോണിയുടെ പ്രായം മാത്രമേ അവനുള്ളൂ എന്നാണ് പറയുന്നത്. അനിത വൈഫാണ് കേട്ടോ. വാട്ട് ക്യാൻ വി ഡു? നമ്മൾ എന്ത് ചെയ്യും? വി ഡിഡ്ന്റ് ഫോഴ്സ് ഹിം ടു വർക്ക് ഹിയർ. നമ്മൾ അവനെ ഇവിടെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കല്ലോ. ഇറ്റ് വാസ് ഹിസ് മദർ. അത് അവന്റെ അമ്മയായിരിക്കും ജോലിക്ക് പറഞ്ഞു വിടുന്നത് എന്നർത്ഥം. ഓക്കെ. ഡോക്ടർ തോമസ്, ഹിസ് ഫാദർ ഇസ് നോ മോർ. അവന്റെ അച്ഛൻ ഇപ്പോ ജീവിച്ചിരിപ്പില്ല. യു നോ ഇറ്റ്. നിനക്കത് അറിയാലോ. ഈവൻ ഇഫ് ഹി വാസ് അലൈവ് ഇറ്റ് വുഡ് ബി ചേഞ്ച് ദർ ലൈഫ്. അല്ലെ, അതേ ഇപ്പൊ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നല്ല സംഭവിക്കുക. അവരുടെ ലൈഫിനെ വേറെ ലെവലിലായിരിക്കും. അനിത, വാട്ട് ആർ യു സേയിങ്? നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? ഡോക്ടർ തോമസ് പറയാൻ, ലുക്ക് അനിത, രവി is not an exception. There are many such children. I feel regret for having employed him. അല്ലെ, അപ്പൊ പറയാണ് രവി മാത്രമല്ല ഇങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട്. രവി ഒരു എക്സെപ്ഷണൽ കേസ് മാത്രമല്ല, ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? അതിലൊക്കെ ഒരുപാട് കുറ്റബോധമുണ്ട് അവരെ കൊണ്ട് ജോലി ചെയ്യുന്നത് കാണുമ്പോൾ. ഓക്കെ, വാട്ട് ഡു യു മീൻ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അനിത ചോദിക്കാണ്. അപ്പൊ ഡോക്ടർ തോമസ് പറയാണ്, ടേക്കിംഗ് അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ ഈസ് റാദർ ഈസി. അനിത, കാൻ വി സെൻഡ് രവി ടു സ്കൂൾ? അല്ലെ, ടേക്കിംഗ് അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ ഈസ് റാദർ ഈസി. അനിത, അല്ലെ, ചൈൽഡ് ലേബറിനെതിരെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞത് എന്തല്ല, അത് അത്രമാത്രം ഭയങ്കരമായിട്ട് ഈസി ആയിട്ടൊരു സംഭവം ഒന്നല്ല. കാൻ വി സെൻഡ് രവി ടു സ്കൂൾ? നമുക്ക് എന്ത് ചെയ്യാം? രവിയെ സ്കൂളിലോട്ട് വിടാനൊന്നും സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഐ വോണ്ട് ഓപ്പോസ്. ഞാൻ അതിനെ എതിർക്കുന്നില്ല. അല്ലെ, നമുക്ക് അവന് സ്കൂളിലോട്ട് പോകുന്ന കാര്യം ഡിസ്കസ് ചെയ്യാണ്. സ്കൂളിലോട്ട് കൊണ്ടുപോകില്ല എന്ന് പറയുമ്പോൾ അനിത പറയണം, ഐ വോണ്ട് ഓപ്പോസ്, ഞാൻ അതിനെ എതിർക്കുന്നില്ല. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഹിസ് മദർ വിൽ allow it anyway. How far can we support him? അല്ലെ, എന്ത് പറയാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്, നിങ്ങൾ ആ കുട്ടിയെ പഠിപ്പിക്കുന്നത് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അവന്റെ അമ്മ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, അവനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ കഴിയും നമുക്ക് നോക്കാമെന്ന് പറയാണ് ഡോക്ടർ തോമസ്. ലെറ്റ്സ് take the initiative. If that lady gets a regular job, she may take it. അല്ലെ, ആ ലേഡിക്ക് ഒരു നല്ല ജോലി കൊടുക്കുകയാണെങ്കിൽ ആ ലേഡി എന്ത് ചെയ്യാം, ചിലപ്പം അത് എടുക്കായിരിക്കും, ആ കുട്ടിയെ പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കായിരിക്കും. Then cut to the previous scene. Ravi comes out of his thoughts. അല്ലെ, അവിടെ എന്ത് ചെയ്യാണ്, സീൻ കട്ട് ചെയ്യാണ്. പ്രീവിയസ് തോട്ടിൽ നിന്ന് രവി തിരിച്ചു വരികയാണ്. വീണ്ടും പഴയ ഒരു ഇപ്പത്തെ ഒരു സാഹചര്യത്തിലോട്ട് രവി വരികയാണ്. അവൻ രവിയുടെ തോട്ടുകളൊക്കെ തിരിച്ചു വരികയാണ്. ഈ ബോക്സ് വിൻഡോ, രവി എന്ത് ചെയ്യാണ്, വിൻഡോയുടെ ജനലിന്റെ അടുത്തോട്ട് പോവുകയാണ്. ലുക്സ് ഔട്ട് സൈഡ്, എന്നിട്ട് പുറത്തോട്ട് നോക്കുന്നു. ദ ക്യാമറ ഈസ് സൂമിങ് ടു ദ റോഡ്. അല്ലെ, ക്യാമറ എന്ത് ചെയ്യാണ്, ആ റോഡിലോട്ട് ഇങ്ങനെ സൂം ചെയ്യുന്നുണ്ട്. ലിറ്റിൽ ബോയ്സ് വാക്കിംഗ് അറൗണ്ട് ദ റോഡ്. ഒരു ആൺകുട്ടി അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാം, ഒരു ആൺകുട്ടി ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുന്നുണ്ട്. ബെയർ ഫൂട്ടഡ്. അല്ലെ, എ ലാർജ് പോട്ട് ഓഫ് വാട്ടർ ഓൺ ഹിസ് ഹെഡ്. അല്ലെ, ബെയർ ഫൂട്ടഡ് ആണ്, ചെരുപ്പൊന്നും ഇടാതെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അത് മാത്രമല്ല അവരുടെ തലയിൽ എന്തുണ്ട്, ഒരു വലിയ പോട്ടില് കുടത്തില് വെള്ളം ഏറ്റിക്കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഹി വാക്സ് അൺസ്റ്റഡി. അല്ലെ, അൺസ്റ്റഡി കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വളഞ്ഞിങ്ങനെ അങ്ങനെ പോവില്ല, അതിനാണ് അൺസ്റ്റഡി. അങ്ങനെ കറക്റ്റ് ആയിട്ട് നടന്നു പോകണില്ല, വെള്ളത്തിന്റെ ഭാരം കൊണ്ടായിരിക്കാം. അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഴാൻ പോകുന്ന പോലെയാണ് അവൻ നടന്നു പോകുന്നത്. ഓക്കെ, ഇത്രയാണ് ഒരു ചെറിയ, ഇതൊരു ചൈൽഡ് ലേബർ ആ ഭാഗത്തൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളും സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക. ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്ക് മൈൻഡിൽ ഉണ്ടാവും. മലയാളത്തിൽ ആദ്യം എഴുതി നോക്കുക, ദെൻ ഇംഗ്ലീഷിലോട്ട് അത് മാറ്റിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സീനുകളൊക്കെ വരുന്ന രീതിക്കുള്ള ഒരു അടിപൊളി സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നോക്കാം. സോ നമുക്ക് ബാക്കി ആക്ടിവിറ്റീസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.